ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ മസാല ഓട്സിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇത് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻസിനൊക്കെ വളരെ ഉപകാരമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഈ ഒരു മസാല ഓട്സ് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുകും 1 നുള്ള് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് പൊട്ടി വരട്ടെ കേട്ടോ. ചെറിയ ജീരകമൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണക്കം ഉണ്ടാവും കേട്ടോ നമുക്കൊരു മസാല ഓട്സിന്. അപ്പോൾ ഇതൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ചെറിയൊരു സവാള ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവാള ചെറുതായിട്ടൊക്കെ ഒന്ന് വഴന്ന് വന്ന് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഞാൻ ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയൊരു ക്യാരറ്റ് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബീൻസ് അതുപോലെ തന്നെ ക്യാപ്സിക്കൊക്കെ ഉണ്ടെങ്കിൽ ചെറുതാക്കിയിട്ടൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ ചേർത്ത് കൊടുക്കട്ടെ. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കണില്ല. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ചെറിയൊരു പച്ചമുളക് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വളരെ കുറച്ച് മാത്രം മതി കേട്ടോ, കാരണം നമ്മളിതിലോട്ട് മുളക് പൊടിയൊക്കെ പിന്നീട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്കിതിലോട്ട് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 1/4 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇത് പച്ചയായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഉണങ്ങിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നല്ലോണം കുതിർത്തെടുത്തതിന് ശേഷം വേവിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. നല്ലോണം പഴുത്തിട്ടുള്ള ചെറിയൊരു തക്കാളി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ ഒരു വെജിറ്റബിൾസൊക്കെ നല്ലോണമൊക്കെ ഒന്ന് വെന്ത് വരുന്ന വരെയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടത്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടൊക്കെ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. വെജിറ്റബിൾസൊക്കെ ഉള്ളത് കാരണം നമുക്കത് കഴിക്കണത് വളരെ നല്ലതല്ലേ. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂണൊക്കെ കുറവിൽ മഞ്ഞൾപ്പൊടിയും പിന്നെ പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കുകയാണ് ചെയ്യണത്. പിന്നെ നിങ്ങൾക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരല്പം ഗരം മസാലയുടെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതൊരു നുള്ളു മാത്രം ഇട്ട് കൊടുത്താൽ മതി, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ഓട്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ സാധാ ഓട്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 കപ്പോളം ഓട്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ. അതിനുശേഷം പിന്നെ നമുക്ക് ഈ ഒരു ഓട്സും വെജിറ്റബിൾസൊക്കെ വീണ്ടും നല്ലോണമൊക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിതിലേക്ക് 2.5 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ഇതിലേക്ക് ഒരല്പം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇത് ഒന്ന് അടച്ച് വെച്ചിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട്. അടച്ച് വെച്ച് കഴിയുമ്പോഴേക്കും ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മസാല ഓട്സ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു കേട്ടോ. ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇത് നല്ലോണം തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റും അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഈ ഒരു മസാല ഓട്സ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഒരല്പം മല്ലിയില ചെറുതാക്കിയിട്ട് കൂടെ കട്ട് ചെയ്തിട്ട് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മസാല ഓട്സാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്